ഒരു വ്യാഴാഴ്ചയാണ്, കഴിഞ്ഞ വ്യാഴാഴ്ച. ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞിട്ടാണ് BJPയുടെ പ്രതിനിധി ആ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യപ്രകാരം അവരെ കാണാൻ അവിടെ ചെന്നിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും. ഈ 4 ദിവസം ഇവിടെ ഒരു കോൺഗ്രസ്സുകാരനും ഒരു ഹൈബി ഈഡനും ഒരു വിദ്യാഭ്യാസ മന്ത്രിയും ആരും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ഇതിനോടകം തന്നെ അവിടുത്തെ സ്ഥിതികൾ വളരെ ഗുരുതരമായി മുന്നോട്ട് പോയിരുന്നു, നമ്മൾ കണ്ടതാണ്. SDPI ഭീഷണിയുമായിട്ട് വരുന്നു. വളരെ ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ കൂടെ ചർച്ചയ്ക്ക് വന്നത് SDPI ആണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടായിട്ടുള്ള സാഹചര്യം വരുന്നു. പോലീസ് പ്രൊട്ടക്ഷൻ പോലും സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ സ്കൂളിന് മാറേണ്ടി വന്നു. നമ്മൾ ആലോചിക്കുക, ഇത് നമ്മുടെ മൂക്കിന് താഴെ നടക്കുന്ന കാര്യമാണ്. അവിടെ 4 ദിവസത്തിന് ശേഷമാണ് BJPയുടെ പ്രതിനിധി എത്തുന്നത്, കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഈ വിഷയം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇവിടെ നമ്മൾ കണ്ടു, വിദ്യാഭ്യാസ മന്ത്രിയുടെ മലക്കം മറിച്ചിൽ നമ്മൾ കണ്ടു, ആവർത്തിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ആദ്യം SDPIയെയും അതുപോലെ ഇവരുടെ അതൊറ്റ കാര്യമേ ഉള്ളൂ. വളരെ ക്ലിയറായിട്ട് ഞാൻ പറയാം, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരുടെ വോട്ട് ബാങ്ക് ആവശ്യമുള്ളത് കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി മലക്കം മറിഞ്ഞതാണത്. അദ്ദേഹത്തിന് ഞാൻ വിചാരിക്കുന്നില്ല കോടതി വിധി എന്താണ്, ഇതുവരെ ഉണ്ടായിട്ടുള്ള കോടതി വിധികൾ എന്താണെന്ന് അറിയില്ല എന്നും ഇദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല എന്നും പറയുന്നതിനോട് ഞാൻ അശേഷം യോജിക്കുന്നില്ല. വളരെ ക്ലിയർ ആയിട്ട് SDPI പോലെയുള്ള ഒരു മതവിഭാഗത്തിന്റെ വോട്ട് ബാങ്കിൽ കണ്ണുവെച്ചുകൊണ്ടാണ് ശ്രീ ശിവൻകുട്ടി ആദ്യം ഒരു തീരുമാനം പറയുകയും ഇപ്പം മലക്കം മറിയുകയും ചെയ്തിരിക്കുന്നത്.